എല്ലാവർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് മൂഡി ഫോട്ടോഗ്രാഫിയാണ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ മൂഡി ഫോട്ടോ എടുക്കാം, എങ്ങനെ മൂഡി എഡിറ്റിംഗ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കുറച്ച് പേർക്ക് മൂഡി ഫോട്ടോഗ്രാഫി എന്താണെന്ന് അറിയത്തില്ലായിരിക്കും. അപ്പം മൂഡി ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫോട്ടോ നല്ല ഡാർക്ക് ആയിരിക്കും, പിന്നെ അതിൻ്റെ അകത്ത് കുറച്ച് കളേഴ്സൊക്കെ നല്ലൊരു ഡൗൺ ചെയ്തിട്ടുണ്ടായിരിക്കും, പിന്നെ ഫോട്ടോയ്ക്കകത്ത് കൂടുതലും ലൈറ്റിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫോട്ടോഗ്രാഫി എടുക്കാൻ വേണ്ടി ഞാൻ അതിന് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ടും പിന്നെ അതിന് പറ്റിയൊരു സബ്ജക്റ്റ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബാക്ക്ഗ്രൗണ്ടിനാണ് മൂഡി ഫോട്ടോഗ്രാഫി എടുക്കുമ്പോഴത്തേന്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കുക, ലൈറ്റിങ്ങിൽ അതിൻ്റെ ഒരു കാരണമുണ്ട്. ലൈറ്റിങ് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ മൂഡി ഫോട്ടോഗ്രാഫി എടുക്കുമ്പോഴത്തേന്. അപ്പോൾ നമുക്കൊന്ന് ക്യാമറ ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഏതൊരു ഫോട്ടോഗ്രാഫിയിലായാലും ലൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ മൂഡി ഫോട്ടോഗ്രാഫിയിൽ ലൈറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ലൈറ്റ് അത്യാവശ്യം ഡൗൺ ചെയ്തിട്ട് ഫോട്ടോ എടുക്കണം മൂഡി ഫോട്ടോ എടുക്കുമ്പോഴത്തേന്. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് എഡിറ്റിങ്ങിലേക്ക് പോകാം. ഞാനിപ്പോൾ എടുത്ത ഫോട്ടോ ഞാൻ ലൈറ്റ്റൂമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂഡി എഡിറ്റിങ്ങിന് ചെയ്യേണ്ടത് ആദ്യമേ ലൈറ്റ്സിലേക്ക് പോവാം. അപ്പോൾ ലൈറ്റിൻ്റെ അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോട്ടോയിനനുസരിച്ച് നിങ്ങൾ എക്സ്പോഷർ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പം നല്ലതായിട്ട് എക്സ്പോഷർ ഡൗൺ ആയി കിടക്കുവാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ അത്യാവശ്യം ഒരു ലൈറ്റ് കയറി കിടക്കുമായിരുന്നു, അപ്പോൾ ഞാൻ ഇവിടെ എക്സ്പോഷർ ഡൗൺ ചെയ്തു. ഇനി അടുത്തേണ്ട കോൺട്രാസ്റ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കോൺട്രാസ്റ്റ് നമുക്ക് കാണാം. കോൺട്രാസ്റ്റ് കൂട്ടുമ്പം ഡാർക്കായിട്ടുള്ള ഏരിയയൊക്കെ നമുക്ക് ഡാർക്കായിട്ട് തന്നെ കൂടുന്ന കാണാം. പിന്നെ നമ്മളിപ്പം കോൺട്രാസ്റ്റ് കുറയ്ക്കുവാണ്, ഡാർക്കായിട്ട് വരാൻ ബ്രൈറ്റായിട്ട് വരുന്നതും കാണാം. ഞാൻ ഇപ്പം കോൺട്രാസ്റ്റ് ഏകദേശം ഒരു 20 വരെ ഞാൻ ഇപ്പം കൂട്ടുന്നുണ്ട്. പിന്നെ ഹൈലൈറ്റ്സ് ഞാൻ ഏകദേശം ഒരു 100 വരെ കുറയ്ക്കുവാണ്. പിന്നെ ഷാഡോസ് നമുക്ക് ഏകദേശം ഒരു 54 വരെ നമുക്ക് കുറയ്ക്കാം. അപ്പോൾ ഷാഡോസ് കൂട്ടുമ്പോൾ നമുക്കിവിടെ ഡാർക്കായിട്ട് ഏരിയയൊക്കെ ബ്രൈറ്റായിട്ട് വരും. അതിന് ഷാഡോസ് കുറയ്ക്കുമ്പോൾ നമുക്കിവിടെ ഡാർക്കായിട്ട് ഏരിയ ഇച്ചിരി കൂടെ ഡാർക്കായിട്ട് വരും. ഇപ്പോൾ ഏകദേശം ഒരു 53 വരെ ഞാൻ ഇപ്പം കുറച്ചിട്ടുണ്ട്. വൈറ്റ്സ് ഞാൻ ഇവിടെ ഒരു പൊടിക്ക് കൂട്ടുവാണ്, ഏകദേശം ഒരു 8 വരെ. പിന്നെ ബ്ലാക്ക്സും ഷാഡോസ് പോലെ തന്നെയാണ്. ഡാർക്കായിട്ടുള്ള ഏരിയയൊക്കെ ഒന്നുകൂടെ ഡാർക്കാക്കും. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 56 വരെ അവിടെ കുറയ്ക്കുവാണ്. ഇനി അടുത്ത് നമുക്ക് കെയർ ടൂളിലേക്കാണ് പോകുന്നത്. കെയർ ടൂളിനകത്ത് നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതിൻ്റെ നിങ്ങൾ താഴത്തെ പോയിൻ്റ് ഒരു പൊടിക്ക് മുകളിലോട്ട് പോകുക. പിന്നെ സെൻറ്ററിലെ പോയിൻ്റ് ഒന്ന് ഡൗൺ ചെയ്യുക. പിന്നെ തൊട്ട് മുകളിലായിട്ടൊരു പോയിൻ്റ് മണ്ടലോട്ട് പോകുക. നമ്മുടെ കെയർ ടൂളിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. നമുക്ക് ഡൺ കൊടുക്കാം. ഇനി അടുത്ത് ചെയ്യേണ്ടത് നിങ്ങൾ കളർ ടൂളിലേക്ക് പോവാം. കളർ ടൂളിൽ നമുക്ക് ടെമ്പറേച്ചർ ഏകദേശം ഒരു 3 വരെ നമുക്കിവിടെ കുറയ്ക്കണം. പിന്നെ ടിൻ്റെ ഏകദേശം വൈബ്രൻസ് ഏകദേശം ഒരു 32 വരെ നമുക്കിവിടെ കൂട്ടാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 10 വരെ നമുക്കിവിടെ കുറയ്ക്കാം. ഇനി അടുത്ത് നമ്മൾ മിക്സ് ടൂളിലേക്കാണ് പോകുന്നത്. മിക്സ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സാച്ചുറേഷൻ ഒരു പൊടിക്ക് കുറയ്ക്കുന്നുണ്ട്, ഏകദേശം ഒരു 24 വരെ. ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടി. പിന്നെ അടുത്ത ഓറഞ്ച് സെലക്ട് ചെയ്യുക. സാച്ചുറേഷൻ പൊടിക്ക് കൂട്ടി ലൂമിനൻസ് അവിടെ കൂട്ടിയിട്ടുണ്ട് ഒരു പൊടിക്ക്. ഇപ്പം സാച്ചുറേഷൻ ഒരു 20 വരെയാണ് കുറച്ചേക്കുന്നത്. അടുത്ത നമുക്ക് യെല്ലോയിലേക്ക് പോകാം. യെല്ലോയ്ക്ക് നമ്മൾ വേണ്ടത് ഹ്യൂ ഏകദേശം ഒരു 100 വരെ നമുക്കിവിടെ കുറയ്ക്കാം. പിന്നെ സാച്ചുറേഷൻ ഒരു 90 വരെ. അടുത്ത ഗ്രീനിലേക്ക് പോവാം. ഒന്നുകൂടെ യെല്ലോ എടുത്ത ശേഷം ഇവിടെ ഒരു ലൂമിനൻസ് ഒരു പൊടിക്ക് കൂട്ടുകയാണ്. ഇനി അടുത്തത് ഗ്രീൻ സെലക്ട് ചെയ്യുക. ഗ്രീൻ്റെ അകത്ത് സാച്ചുറേഷൻ ഇവിടെ ഒരു 60-52 റേഞ്ച് ഞാൻ ഇവിടെ കുറയ്ക്കുവാണ്. ഇപ്പോൾ 60 വരെ കുറച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ മൂഡി ഗ്രീൻ എഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം ഗ്രീൻ്റെ അകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ഇത്രയാണ്. പിന്നെ അടുത്തത് അക്വയിലേക്ക് അത് സാച്ചുറേഷൻ പൊടിക്ക് കുറച്ചു.
ഹ്യൂ ഒരു പൊടിക്ക് കുറച്ചു, പിന്നെ ലൂമൻസ് ഒരു പൊടിക്ക് കൂട്ടി. അടുത്തത് ബ്ലൂ എടുക്കുക. ബ്ലൂയ്ക്കകത്തും അതുപോലെ തന്നെ സാച്ചുറേഷൻ ഒരു 34 കുറച്ചു, ലൂമൻസ് ഒരു പൊടിക്ക് കൂട്ടി. ഇനി അടുത്ത് ഡൺ കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് എഫക്ട്സിലേക്ക് പോകാം. എഫക്ട്സിൻ്റെ അവിടെ ക്ലാരിറ്റി ഒരു പൊടിക്ക് കൂട്ടുവാണ്. പിന്നെ DIS ഒരു പൊടിക്ക് കൂട്ടി. ഞാൻ ഇപ്പോൾ DIS ഏകദേശം ഒരു 16 വരെയാണ് കൂട്ടി. ഇനി അടുത്ത് നിങ്ങൾ വിഗ്നേറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മിഡ് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തത് നമുക്ക് സ്പ്ലിറ്റ് ടോണിലേക്ക് പോകാം. സ്പ്ലിറ്റ് ടോണിൻ്റെ അകത്ത് നമുക്ക് ഷാഡോസിൻ്റെ അകത്ത് ഹ്യൂ ഏകദേശം ഒരു 190 വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ സാച്ചുറേഷൻ ഏകദേശം ഒരു 10 വരെ. നമുക്ക് ഡൺ കൊടുക്കാം അതിന്. അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ബിഫോർ ആഫ്റ്റർ എന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.